നിരീക്ഷകരെ കണ്ട അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഞായറാഴ്ച അറിയാം. ഞായറാഴ്ച അറിയാം. അതൊരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ഞായറാഴ്ച അന്തിമ തീരുമാനം എന്ന് കെ മുരളീധരൻ പറയുന്നു. ഇപ്പോൾ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നറിയാനുള്ള കാത്തിരിപ്പ് ഞായറാഴ്ച വരെയുള്ളൂ. ഞായറാഴ്ച നേതാവിനെ അറിയാം എന്ന് പറയുന്നു. ചരിത്രത്തിന്റെ ഗതി മറ്റൊന്നായിരുന്നെങ്കിൽ ഈ 3 പേരെക്കാൾ കൂടുതൽ ഒരു പക്ഷേ ഇപ്പൊ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടേണ്ട പേര് കെ മുരളീധരന്റേതായിരുന്നു. കാൽ നൂറ്റാണ്ട് മുമ്പ് എ കെ ആന്റണി മുഖ്യമന്ത്രിയായപ്പോൾ KPCC പ്രസിഡന്റ് ആയ ആളാണ് അന്നത്തെ ഐ ഗ്രൂപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായ കെ മുരളീധരൻ. ഇപ്പോൾ അദ്ദേഹം പറയുന്നു ഞായറാഴ്ച അറിയാം. ഞായറാഴ്ചയാണ് ദിവസം. കേരളത്തിന്റെ മുഖ്യമന്ത്രി ആര് എന്ന് ഞായറാഴ്ച അറിയാമെന്ന് കെ മുരളീധരൻ പറയുന്നു. എന്തായാലും CLP ലീഡറെ തെരഞ്ഞെടുക്കാനുള്ള പ്രോസസ്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ. അമൽ തേനംപറമ്പിലും അതുപോലെ തന്നെ TS ഹരികൃഷ്ണയും ഇന്ദിരാഭവനിലുണ്ട്. ആരെയാണ് നമുക്ക് ആദ്യം കിട്ടുക? അമൽ, ഞായറാഴ്ച അറിയാം എന്ന് കെ മുരളീധരൻ പറയുമ്പോൾ ഇനി തീരുമാനം അധികം ദിവസം എടുക്കില്ല, ഡൽഹി ചർച്ചകൾ മാരത്തോൺ ആവില്ല എന്നാണോ? അതായത് കെ മുരളീധരന്റെ പിന്തുണ ആർക്ക് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് കെ മുരളീധരൻ ഇപ്പോൾ എല്ലാം ഞായറാഴ്ച അറിയാം എന്ന് പറയുന്നത്. അപ്പോൾ അധികം വൈകില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലൊരു മുഖ്യമന്ത്രി അധികം വൈകാതെ ഉണ്ടാകും. അതിൻ്റെ ഉള്ള ചർച്ചകളൊക്കെ നടക്കുന്നു. കെ മുരളീധരൻ എന്തായാലും മുകുൾ വാസനിക്കുമായും അജയ് മാക്കനുമൊക്കെയായി നല്ല ബന്ധമുള്ള ആളുകളാണ്. മുകുൾ വാസനിക്കാണെങ്കിൽ കേരളത്തിൻ്റെ ചുമതല വഹിച്ച ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ കെ മുരളീധരനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് സജീവമായി ഈ ആളുകളൊക്കെയായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നതാണ്. അപ്പോൾ ഇവരൊക്കെ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാകണം എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം. അതിനാൽ കെ മുരളീധരന്റെ നിലപാടിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുകൂടി പറയേണ്ടി വരും. കെ മുരളീധരൻ ആദ്യഘട്ടത്തിൽ BD സതീശനെ പിന്തുണയ്ക്കാനുള്ള ഒരു തീരുമാനത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിലെന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. KC വേണുഗോപാൽ കഴിഞ്ഞ ദിവസം അവിടേക്ക് ഈ നമ്മുടെ കെ മുരളീധരന്റെ ഓഫീസിലേക്ക് പ്രധാനപ്പെട്ട ഒരു നേതാവ് എത്തി, കെ സുധാകരൻ എത്തി കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് കെ മുരളീധരന്റെ ഒരു പിന്തുണ KC വേണുഗോപാലിന് അനുകൂലമായി ഉറപ്പിക്കാനാണോ അത്തരമൊരു കൂടിക്കാഴ്ചയും അത്തരമൊരു സന്ദർശനവും ഉണ്ടായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഉയരുന്ന ചോദ്യം. എന്തായാലും കെ മുരളീധരനും നിലപാട് പ്രഖ്യാപിച്ച് മടങ്ങുകയാണ്. അകത്ത് കയറി എന്താണ് തൻ്റെ നിലപാടെന്ന് ഹൈക്കമാൻഡ് പ്രതിനിധികളെ അറിയിച്ചിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞായറാഴ്ച എല്ലാം അറിയാമെന്ന് പറഞ്ഞാണ് മുരളീധരൻ മടങ്ങുന്നത്. അങ്ങനെ ഓരോ നേതാക്കന്മാരായി ഇറങ്ങുകയാണ്. നമുക്ക് KPCC ആസ്ഥാനം ഇതിപ്പോൾ സമീപകാലത്ത് ഇങ്ങനെ KPCCയിൽ ഒരു തിരക്ക് ഏകദേശം ഒരു 10 കൊല്ലമായി കാണും. ഇങ്ങനെ ഒരു തിരക്ക് KPCC ആസ്ഥാനത്തുണ്ടായിട്ട് മാധ്യമങ്ങളോട് ഇത്രയും വലിയ സാന്നിധ്യം ഉണ്ടായിട്ട് ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം ഇവിടെയുണ്ട്. അതോടൊപ്പം തന്നെ മലയാള മാധ്യമങ്ങൾ, ഈ പറയുന്ന നേതാക്കന്മാർക്കൊപ്പം എത്തിയ ആളുകൾ, അങ്ങനെ ഒരു ആഘോഷത്തിൻ്റെ മൂടാണ് KPCCയിൽ. പക്ഷേ അകത്ത് ആശങ്കയുടെ മൂടാണ് എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അങ്ങ് ഈ പറയുന്ന ചർച്ചകളൊക്കെ നടക്കുമ്പോൾ എന്താകും സംഭവിക്കുക എന്നുള്ളതിൻ്റെ ഒരു ആശങ്ക കൂടി അകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കൾക്കുണ്ട്. പക്ഷേ പുറത്ത് നമുക്ക് കാണാൻ കഴിയും നിറഞ്ഞ് കവിഞ്ഞ KPCC ഓഫീസിൻ്റെ ഇന്ദിരാഭവൻ്റെ മുൻവശമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അഭിലാഷ്. ഇന്നലെ ഇവിടെ നിന്നും അറിയിച്ചിരുന്നത്, KPCC ഓഫീസിൽ നിന്നും അറിയിച്ചിരുന്നത് രാവിലെ കൃത്യം 10:30 ഈ കാണുന്ന ഗേറ്റ് അടയ്ക്കും. ഈ ഗേറ്റ് അടച്ച ശേഷം മാധ്യമപ്രവർത്തകരടക്കമുള്ള ആളുകൾ ഒരുപക്ഷെ പുറത്തു നിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോൾ മാധ്യമപ്രവർത്തകരെ മാത്രം അകത്ത് പ്രവേശിപ്പിക്കാം, മറ്റാരും വേണ്ട. KPCC ഭാരവാഹികളടക്കം ഇവിടുത്തെ ഓഫീസ് സ്റ്റാഫുകളടക്കമുള്ള ആളുകളിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം അകത്ത് മതി, മറ്റുള്ള ആളുകളെല്ലാം പുറത്തു പോകണം എന്നൊരു നിർദ്ദേശമൊക്കെ നൽകി അകത്ത് വന്നിരുന്ന കുറച്ച് നേതാക്കന്മാരെയൊക്കെ പ്രവർത്തകരെയൊക്കെ പുറത്തേക്ക് ഇറക്കി വിടാൻ ഇവിടുത്തെ സേവാദളിൻ്റെ പ്രവർത്തകർ ശ്രമിച്ചിരുന്നു. അങ്ങനെ ഇറക്കി വിട്ട് ഗേറ്റ് അടയ്ക്കുകയും ചെയ്തു. പിന്നീട് ഓരോ നേതാക്കന്മാർ വന്ന് അകത്തേക്ക് കയറി പോകുമ്പോഴും ഒരു 10-25 പേർ അകത്തേക്ക് കയറി. ഇനിയിപ്പോൾ സേവാദൾ എന്നല്ല, ആര് നോക്കിയാലും ഇവിടെ അകത്ത് നിൽക്കുന്ന പ്രവർത്തകരെയും ആളുകളെയും പുറത്തേക്ക് ഇറക്കി വിടാൻ കഴിയാത്ത അവസ്ഥയായി. അങ്ങേയറ്റം സുതാര്യമായി രഹസ്യമായി നടക്കുന്ന ചർച്ചയാണ്. അതിനാൽ തന്നെ ഈ കോമ്പൗണ്ടിലേക്ക് ആരെയും പ്രവേശിപ്പിക്കില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കല്യാണത്തിനുള്ള ആൾ ഇവിടെ ഉണ്ട് എന്ന് പറയാൻ കഴിയും. ആ ഓഫീസിൻ്റെ അകത്തും തിങ്ങി നിറഞ്ഞ് പ്രവർത്തകരാണ്. ഇത് പുറത്തെ അവസ്ഥ ഇതാണെങ്കിൽ അകത്തെ അവസ്ഥ ഇതുമല്ല, അതിൽ കൂടുതൽ പ്രവർത്തകർ അവിടെയുണ്ട്. KPCC പ്രസിഡന്റിൻ്റെ റൂമിലാണ് ഈ 2 AICC പ്രതിനിധികളുള്ളത്, അജയ് മാക്കനും മുകുൾ വാസനിക്കുമുള്ളത്. അവിടേക്ക് ഓരോ MLA-മാരെ വിളിച്ച് അവർക്കിരിക്കാൻ മീഡിയ റൂമിൽ, സാധാരണ വാർത്താ സമ്മേളനം നടക്കുന്ന ആ മുറിയിലാണ് ഈ MLA-മാർ എല്ലാവരും ഇരിക്കുന്നത്. അതിൽ ഓരോരുത്തരെയായി KPCC പ്രസിഡന്റിൻ്റെ ഓഫീസിലേക്ക് വിളിച്ച് ഈ 2 AICC പ്രതിനിധികളും അവരുടെ അഭിപ്രായം തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറേ അധികം ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്തി മടങ്ങിക്കഴിഞ്ഞു. അഭിപ്രായം രേഖപ്പെടുത്തി മടങ്ങിയതിൽ ഭൂരിഭാഗം ആളുകളുടെയും പിന്തുണ ഉറപ്പിക്കുകയാണ് KC ക്യാമ്പ്. ഭൂരിഭാഗം പേരുടെ പിന്തുണ KC ക്യാമ്പ് ഉറപ്പിക്കുമ്പോൾ ഭരണപരിചയമോ MLA-മാരുടെ പിന്തുണയോ അല്ല, കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ തനിക്കുണ്ട് എന്ന് VD സതീശനും പറയുന്നു. എന്തായാലും ഉദ്വേഗജനകമായി പുരോഗമിക്കുന്നു കോൺഗ്രസിലെ കാര്യങ്ങൾ. പക്ഷേ ഒരുപാട് ദിവസം നീണ്ടുപോകില്ല. ഞായറാഴ്ചയാണ് D-Day. ഞായറാഴ്ച തീരുമാനം അറിയാമെന്ന് കെ മുരളീധരൻ പറയുന്നു.